we are gathered here to discuss about Hiroshima Day. Friends, do you know when the Second World War started? It was started in the year 1939. Yes, 1st September 1939. On this day, let us stand on the way of peace and harmony. Friends, when the Second World War ended? 2nd September 1945. കുട്ടികൾ പരാമർശിച്ചതുപോലെ 1939 തുടങ്ങി 45 അവസാനിക്കുന്ന ഒരു യുദ്ധമാണ് നമ്മൾ ഈ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന മഹായുദ്ധം. സത്യത്തിൽ അത് തുടങ്ങുന്നത് യൂറോപ്യൻ കൺട്രീസുമൊക്കെ ആയിട്ടാണ്. ഹിറ്റ്ലർ, ജർമ്മനി, പോളണ്ട് ഒക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ വരുന്നത്. പക്ഷേ എൻഡിലേക്ക് വരുമ്പോൾ 1945 വരുമ്പോഴത്തേക്കും കാണുന്ന ഒരു സംഗതി, രാജ്യങ്ങൾ പരസ്പരം കക്ഷി ചേർന്ന് ഒരു സൈഡിൽ ജപ്പാൻ അന്നത്തെ പ്രബല ശക്തിയാണ്, മറു സൈഡിൽ അമേരിക്ക, ഇവർ രണ്ടുപേര് വരുമെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആ ചേരികളിൽ ചേർന്ന് ഒരു ലോകയുദ്ധത്തിലേക്ക് ചെന്ന് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രോഗ്രാംസ് സംഘടിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജപ്പാൻ വളരെ കരുതി കൂട്ടി തന്നെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പേൾ ഹാർബർ തുറമുഖം ആക്രമിക്കുകയാണ്. ന്യായമായും അന്നത്തെ പ്രബല ശക്തിയായ അമേരിക്ക അതിൽ കലിവുണ്ട്. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ജപ്പാനിൻ്റെ അതിമനോഹരമായ ഒരു നദീതീരത്തുള്ള മനോഹരമായൊരു പട്ടണമാണ്. ആ പട്ടണത്തെ ലക്ഷ്യമാക്കിയിട്ട് ലിറ്റിൽ ബോയ് എന്നൊക്കെയാണ് അന്ന് അതിന് പേരിട്ടതെങ്കിലും ആ ചെറിയ ഒരു സംഭവം കൊണ്ട്, അണുബോംബ് കൊണ്ട് 100,000 വരുന്ന ആളുകളെ, ശരിക്കും പറഞ്ഞാൽ അണ്വായുധത്തിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് പറഞ്ഞ് അവതരിപ്പിക്കാമെന്നറിയില്ല. അന്നാണ് ലോകത്ത് ആദ്യമായി അണ്വായുധത്തിൻ്റെ പ്രകടനശേഷി കാണുന്നത്. അതിനെപ്പറ്റി പറയുന്ന ആളുകൾ ഈ അണുബോംബിൻ്റെ എഫക്റ്റ് കൊണ്ട് ആളുകൾ ഉരുകി ഒലിക്കുന്ന ആളുകൾ സമീപത്തുള്ള നദിയിലേക്ക് എടുത്തി ചാടിയെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ ചാടിയ ആളുകൾ നോക്കുമ്പോൾ തിളച്ച് മറിയുന്ന ഒരു വെള്ളത്തിലേക്കാണ് അവർ അന്ന് ഹിരോഷിമയിലെ ജനങ്ങൾ എടുത്ത് ചാടിയത്. ഈ അണുബോംബിൻ്റെ ആ ഒരു പ്രഹരശേഷി ലോകത്തിന് നന്നായി ബോധ്യപ്പെടുത്തിയ ഒരു യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാർ. അതുകൊണ്ട് കലിയടങ്ങാത്ത അമേരിക്ക വീണ്ടും ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും കൊണ്ടുപോയി മറ്റൊരു അണുബോംബ് കൂടി അവിടെ ബോംബിങ് നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ അതോടുകൂടി ഈ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് അവിടെ ഏറ്റുപറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുന്ന രംഗമാണുള്ളത്. ഈ ഹിരോഷിമ നാഗസാക്കി എന്നുള്ളത് ലോകത്തിന് യുദ്ധം കൊണ്ടുണ്ടാകുന്ന കെടുതികളുടെ പ്രഹരശേഷി എത്രമാത്രമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകൾ സ്കൂളുകളിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ സംഘടനകളും ലോകരാഷ്ട്രങ്ങളും ഒക്കെ വലിയ ഫണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് നടത്തുന്നത്, ബോധവൽക്കരണം നടത്തുന്നത്. ഇനിയൊരു യുദ്ധം വന്നാൽ മിക്കവാറും ഈ പറഞ്ഞ പ്രബലമായ രാഷ്ട്രങ്ങളുടെ കയ്യിലൊക്കെ ഈ അണുബോംബുണ്ട്. ഒരു അണുബോംബ് കൊണ്ട് 100,000 ആളുകളെ 2,00,000 ആളുകളൊക്കെ ഈസിയായിട്ട് കൊല്ലാൻ പറ്റും. ഇവിടെ ശ്രദ്ധേയമായൊരു സംഗതി, അമേരിക്ക കരുതി കൂട്ടി മാക്സിമം ആളുകളെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജപ്പാൻ്റെ 8:45 എന്ന് പറയുന്നൊരു ടൈം. മാക്സിമം ആളുകൾ, കുട്ടികളൊക്കെ നിരത്തിൽ ബസ് കാത്ത് നിൽക്കുന്ന സമയം, ജോലിക്ക് പോകുന്നവരൊക്കെ റെഡിയായി ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം, അങ്ങനെ വളരെ സജീവമായ ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം ആളുകളെ കൊന്ന് യുദ്ധം ജയിക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് അണുബോംബിലൂടെ അന്ന് അമേരിക്ക അവിടെ ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, നമുക്ക് ഇന്നത്തെ ഈ ദിവസം ഹിരോഷിമ ഡേയിൽ പ്രതിജ്ഞ എടുക്കാം. ഗാസയും അതേപോലെ തന്നെ ഫലസ്തീനും ഒക്കെ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയത്ത് ഇറാനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ഈ ഹിരോഷിമ ഡേയിൽ നമുക്ക് സ്റ്റോപ്പ് വാർ എന്ന ഒരു തലവാചകത്തിന് പിന്നിൽ അണിനിരക്കാം. അങ്ങനെ യുദ്ധത്തിന് എതിരായി ലോക സമാധാനത്തിന് വേണ്ടി പീസ് ആൻഡ് ഹാർമണി എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കാം.